ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള നോൺ വെജ് മോമോസിന്റെ റെസിപ്പിയുമായിട്ടാണ്. ഞാനിത് ബീഫ് വെച്ചിട്ടാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു മോമോസ് എണ്ണയൊന്നും ഇല്ലാതെ സ്റ്റീം ചെയ്താണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. മോമോസിനായിട്ട് ആദ്യം ഡൗ തയ്യാറാക്കി എടുക്കാം. ഞാനിവിടെ മൈദ വെച്ചാണ് ഡൗ തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. മൈദ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ മൈദയ്ക്ക് ഒരു ആട്ട വെച്ചാണെങ്കിലും മോമോസ് തയ്യാറാക്കി എടുക്കാം. ഇനി ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത് ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ നമുക്കിത് കുഴച്ചെടുക്കാം. ഡൗ നല്ല സ്മൂത്ത് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടെ തടവിയതിനു ശേഷം 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ മോമോസ് ബീഫ് വെച്ചിട്ടാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു 750 ഗ്രാമോളം ബീഫാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ഒരു പ്രഷർ വരുന്നവരെ വേവിച്ചെടുത്തതിന് ശേഷമാണ് മോമോസിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്സ് തയ്യാറാക്കാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലൊന്നും ഇല്ലാത്ത പീസ് വേണം എടുക്കാൻ. വേവിച്ചെടുത്ത ബീഫ് തണുത്തതിന് ശേഷം ഞാനൊരു ബ്ലെൻഡറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നമുക്കിനി മോമോസിന് വേണ്ട ഫില്ലിങ്സ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ക്രഷ് ചെയ്തെടുത്ത ബീഫ് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മിൻസ് ചെയ്തെടുത്ത ഒരു സവോളയും 1 കഷ്ണം ഇഞ്ചിയും പിന്നെ 4-5 വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്ന പച്ചമുളകാണ്. അത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി അടുത്തായിട്ട് ഇട്ട് കൊടുക്കുന്നത് 1/2 കപ്പ് സ്പ്രിംഗ് ഓനിയൻ ആണ്. മോമോസ് ഒക്കെ വെക്കുമ്പോൾ ഇതുപോലെ സ്പ്രിംഗ് ഓനിയൻ ഒക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും മോമോസിന്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് സോസ് ആണ്. അതിനായിട്ട് ആദ്യം 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചില്ലി സോസും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ഒലിവ് ഓയിലും കൂടെ ചേർത്ത് കൊടുത്തായിരുന്നു. ആ ഒരു വീഡിയോ സ്കിപ്പ് ആയിപ്പോയി. അപ്പോൾ നിങ്ങൾക്ക് ഒലിവ് ഓയിൽ അല്ലെങ്കിൽ ബട്ടർ ആണെങ്കിലും ഈ ഒരു ഫില്ലിങ്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഈ മാവ് ഫില്ലിങ്സ് റെഡിയാകുന്ന സമയം വരെയാണ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചത്. ഇനി ഇതൊന്നുകൂടെ കൈ ഉപയോഗിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ മാവ് നല്ല സ്മൂത്ത് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ മാവിന്റെ പകുതി പൊടിയൊക്കെ വിതറി കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അത്യാവശ്യം തിന്നായിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ മാവ് നല്ല വലിപ്പത്തിലും തിന്നായിട്ടും പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ സ്റ്റീൽ പാത്രത്തിന്റെ അടപ്പ് വെച്ചാണ് കട്ട് ചെയ്തെടുക്കുന്നത്. മോമോസിന് വേണ്ടിയിട്ട് കട്ട് ചെയ്യുമ്പോൾ ഒത്തിരി വലുതുമാകരുത്, അതുപോലെ ഒത്തിരി ചെറുതുമാകരുത്. ഒരു മീഡിയം സൈസിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. അപ്പൊ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നെടുത്ത് ഫില്ല് ചെയ്യാൻ തുടങ്ങാം. ഫില്ലിങ്സിൽ നിന്ന് 1 ടീസ്പൂൺ എടുത്ത് ഇതിന്റെ സെന്ററിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. മോമോസ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഫോൾഡ് ചെയ്തെടുക്കാം. ഞാനിവിടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മുടെ മോമോസ് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ മാവ് ഒട്ടാൻ പാടാണെങ്കിൽ ഈ ഒരു വട്ടത്തിന്റെ അറ്റത്തൂടെ കുറച്ച് പച്ചവെള്ളം തടവി കൊടുത്തതിന് ശേഷം ഫോൾഡ് ചെയ്യുകയാണെങ്കിൽ അത് തുറന്നു പോകാതെ കറക്റ്റ് ആയിട്ട് ഒട്ടിയിരിക്കും. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതും ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന മോമോസിനെ സ്റ്റീം ചെയ്യാനാണ് പോകുന്നത്. അതിനായിട്ട് ഇതുപോലെ ഒരു ഇഡലി തട്ടിൽ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം സ്റ്റീം ചെയ്യാനുള്ള മോമോസ് വെച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. അപ്പൊ ഈ ഒരു മോമോസ് നമുക്ക് എണ്ണയിൽ ഫ്രൈ ചെയ്താണെങ്കിലും എടുക്കാം. ഒരു വെറൈറ്റി സിമ്പിൾ ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് ഈ മോമോസ്. അപ്പൊ എല്ലാ മോമോസും ഇതുപോലെ സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഈ മോമോസ് സെർവ് ചെയ്തിരിക്കുന്നത് ഒരു അടിപൊളി മോമോസ് ചട്നിയുടെ കൂട്ടത്തിലാണ്. ഈ ഒരു മോമോസ് ചട്നിയുടെ റെസിപ്പി ഞാൻ നേരത്തെ ചെയ്തായിരുന്നു. ആ റെസിപ്പിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും.
അപ്പോൾ എല്ലാവരും ഈ ബീഫ് മോമോസ് ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോയ്ക്കുള്ള നോട്ടിഫിക്കേഷനായിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൊണ്ട് എനേബിൾ ചെയ്യുക. താങ്ക്